ഏലിയ ഒന്നാം ചൊവ്വ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശു ലോകത്തിന് പ്രകാശം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ രക്ഷിച്ച യേശു സ്വയം പ്രഖ്യാപിക്കുന്നു: ഞാൻ ലോകത്തിന് പ്രകാശമാണ്. പ്രകാശത്തിൽ നടക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുന്നില്ല. മഹർഷിമാർ തമസോമ ജ്യോതിർഗമയ എന്ന് പാടിയ നാടാണ് നമ്മുടേത്. സൂര്യനെ ദേവനായി ആരാധിക്കുന്ന നാടും നമ്മുടേതാണ്. എന്നാൽ സൂര്യനെയും എണ്ണമറ്റ നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവൻ പറയുന്നു: ഒരിക്കലും അസ്തമിക്കാത്ത ലോകത്തിൻ്റെ യഥാർത്ഥ പ്രകാശം ഞാനാണ്. ദൈവിക മൂല്യങ്ങളാണ് ഈ പ്രകാശം. പക്ഷേ മനുഷ്യൻ പ്രകാശത്തേക്കാൾ അന്ധകാരത്തെയാണ് സ്നേഹിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷ് പാടിയില്ലേ: വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ലോകം അന്ധകാരത്തിന് പുറകെയാണ് പായുന്നതെന്നർത്ഥം. അന്ധകാരത്തിൽ വസിക്കുന്നവരുടെ വിധി മാനുഷികമാണ്, ദൈവികമല്ല. എത്ര നല്ല മനുഷ്യൻ്റെ വിധിയിലും പക്ഷപാതമുണ്ടാകും. എന്നാൽ ശിഷ്ടൻ്റെ മേലും ദുഷ്ടൻ്റെ മേലും മഴയും വെയിലും ഉദിപ്പിക്കുന്ന ദൈവിക മനോഭാവമാണ് പ്രകാശം. 99 നീതിമാന്മാരേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ തേടി പോകുന്നവരാണ് ദൈവിക പ്രകാശം. എല്ലാവരെയും എറിയാൻ കല്ലെടുക്കുമ്പോൾ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറയുന്നതാണ് ദൈവിക പ്രകാശം. കുറ്റിക്കൊടുക്കാൻ വന്നവനെ നോക്കി സ്നേഹിത എന്ന് വിളിക്കുന്നതാണ് ദൈവിക പ്രകാശം. കുരിശിൽ തറച്ചവരെ നോക്കി ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നതാണ് ദൈവിക പ്രകാശം. അതിനാൽ ഉള്ളിൽ പ്രകാശം നിറയാത്തവൻ്റെ വിധി പക്ഷപാതപരമായിരിക്കും. നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നീയും വിധിക്കപ്പെടും എന്ന ഓർമ്മ എപ്പോഴും നമ്മോട് ഉണ്ടാകട്ടെ.